ലക്ഷ്ണ ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ ഒരു ഡിസൈനർ കുർത്തിയുടെ കട്ടിംഗ് പാർട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ബാക്കി സ്റ്റിച്ചിങ് പാർട്ടാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ കട്ടിംഗ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒന്ന് പോയി കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഫ്രണ്ടിലെ നെക്ക് ചെയ്യാൻ വേണ്ടി ക്യാൻവാസ് കട്ട് ചെയ്യാൻ പോകുന്നത്. ക്യാൻവാസിൽ നെക്കിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 3 ഇഞ്ച്. നെക്കിൻ്റെ വിട്ട് നെക്കിൻ്റെ ലെങ്ത് 6 ഇഞ്ച്. ഇതിനുള്ളിൽ ഇഷ്ടമുള്ള രീതിയിൽ നെക്ക് ഡിസൈൻ ചെയ്യാമേ. അങ്ങനെ നമ്മൾ ഇങ്ങനെയുള്ള ഡിസൈന് നെക്ക് വരച്ചിട്ടുണ്ട്. ഇതിൻ്റെ പുറത്ത് ഒരു 3/4 ഇഞ്ചിൽ അല്ല ഒരു 1/2 ഇഞ്ചിൽ കൊടുക്കുക. ഇത് കട്ട് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ നെക്ക് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ മറ്റേ പാൻറ്റിൻ്റെ പീസിലാണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. അതെങ്ങനെയാണെന്ന് കാണിക്കാം. തുണി എടുത്തിട്ടുണ്ട്. നമ്മൾ ആ പാൻറ്റ് തയ്ക്കുന്ന പീസിന് ഇതുപോലൊരു തുണി എടുത്തിട്ടുണ്ട്. ഇത് ഒരു പീസ് എടുത്തിട്ട് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്യണം. പീസ് എടുക്കാമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ യോക്കിൻ്റെ അത്രയും 15 ഇഞ്ച് ലെങ്ത് എങ്കിലും വേണം. 15 ഇഞ്ച് ലെങ്തും. എന്നിട്ടിങ്ങനെ ഡബിൾ ഫോൾഡ് ചെയ്യണം. ഡബിളായിട്ട് ഇതിൻ്റെ മോൾ ഭാഗത്ത് ഇവിടുന്ന് 5 ഇഞ്ച് അടയാളപ്പെടുത്തണം. 5 ഇഞ്ചും താഴ്ഭാഗത്ത് 4 ഇഞ്ചും അടയാളപ്പെടുത്തണം. ഇവിടെ നമുക്കൊന്ന് വേണമെങ്കിൽ ഷേപ്പ് കറക്റ്റ് ചെയ്യാം. ഇതിൻ്റെ ലെങ്ത് ഒന്നാണെന്ന് നോക്കണേ. കൃത്യം 15 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കണം. 15 ഇഞ്ച്. എന്നിട്ട് ഇത് മടക്കി അടിക്കാൻ വേണ്ടി മടക്കി നമ്മളിതുപോലെ വെക്കുന്നുണ്ട്. അതപ്പോൾ 1/2 ഇഞ്ച് കൂടെ അങ്ങ് വിട്ടാൽ മതി. ഇതിങ്ങനെ സൈഡ് ഇങ്ങനെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം. മടക്കി വെച്ചിട്ട് ഇങ്ങനെ സൈഡൊന്ന് മടക്കിയിട്ടൊന്ന് അയൺ ചെയ്യണേ. ഇതേപോലെ 2 വശവും 1/2 ഇഞ്ച് വെച്ച് മടക്കിയിട്ട് ഒന്ന് അയൺ ചെയ്ത് കൊടുക്കണം. അപ്പം സ്റ്റിച്ച് ചെയ്യേണ്ട, ഇങ്ങനെ ഒന്ന് അയൺ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മുടെ കുർത്തിയുടെ ഈ സെൻറ്റർ ഒന്ന് സെൻറ്റർ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ടിങ് കൊടുക്കണേ. സെൻറ്ററാണെന്ന് അറിയാൻ വേണ്ടി. എന്നിട്ട് കുർത്തിയുടെ ചീത്ത വശം എടുക്കുക. ഇത് നല്ല വശവും ഇത് കുർത്തിയുടെ ചീത്ത വശവും. ഈ ചീത്ത വശത്ത് നല്ല വശം കൊണ്ടുവെക്കുക. എന്നിട്ട് ഈ ചീത്ത വശത്ത് ഈ ക്യാൻവാസ് ഒട്ടിക്കണം. ക്യാൻവാസ് ഈ തുണിയെ തന്നെ ക്യാൻവാസ് നിങ്ങൾ ഇതുപോലെ അയൺ ചെയ്ത് വെക്കണം. അയൺ ചെയ്ത് ഇതിങ്ങനെ ക്യാൻവാസിൻ്റെ നല്ല വശം വേണം. ഈ തിളങ്ങുന്ന പാട്ട് വേണം. ഇങ്ങനെ അയൺ ചെയ്ത് ഇത് ഈ തുണിയിൽ ഇങ്ങനെ ഒട്ടിക്കണം. ഒട്ടിച്ചിട്ട് കറക്റ്റായിട്ട് വെച്ച് ഒട്ടിക്കണം. ഇവിടെ നമ്മൾ ഈ ക്യാൻവാസിൻ്റെ അറ്റത്തിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്തിട്ട് ഇത് നല്ല വശത്തേക്ക് ആക്കുക. നല്ല വശത്തേക്ക് ആക്കിയിട്ട് ഞാൻ കാണിക്കാമേ. സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്ത് അങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തു. ഇത് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ നമ്മളിത് കട്ട് ചെയ്യാൻ പോകുന്നേ. അങ്ങനെ നമ്മൾ തിരിച്ചിട്ട് ഈ ക്യാൻവാസ് തിരിച്ചിട്ടിട്ട് നല്ലതായിട്ട് സൈഡെല്ലാം തേച്ചിട്ട് ഈ ഭാഗമെല്ലാം ചുളിവൊന്നുമില്ലാതെ നല്ല വൃത്തിയായിട്ട് തേക്കണേ. തേച്ചിട്ട് നമ്മളിവിടെ ഇങ്ങനെ ലേസ് പിടിപ്പിക്കുക. കണ്ടോ? ഇതേപോലെ നമ്മൾ രണ്ട് സൈഡിലും ഇതേപോലത്തെ ലേസ് പിടിപ്പിക്കുക. അതേപോലെ ഈ ഭാഗത്തും ലേസ് വെച്ചിട്ട്
സ്റ്റിച്ച് ചെയ്യാം. അല്ല, ഇതിപ്പം നമ്മൾ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇങ്ങനെയുണ്ട്. ഇത് ചെറിയൊരു ചുളുക്കമുണ്ട്. നമ്മൾ തേക്കുവാണെങ്കിൽ ഈ ചുളുക്കമില്ല, നല്ല പറ്റി ചേർന്ന് ഇങ്ങനെ ഇരിക്കെ. അങ്ങനെ നമ്മുടെ നെക്ക് ഡിസൈൻ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിങ്ങനെ 3-4 ഷോ ബട്ടൺ നമുക്ക് എത്രയാണെന്ന് വെച്ചാൽ അത് വെക്കണം. അത് വെച്ച് ഞാൻ കാണിക്കാമേ. അങ്ങനെ നമ്മൾ നെക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മളിനി ഈ നെക്കിനകത്തിൽ ക്രോസ് പീസ് വെച്ച് അടിക്കണേ. നമ്മൾ ക്രോസ് പീസ് തമ്മിൽ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ജോയിൻ ചെയ്തിട്ട് ഇതൊന്ന് മടക്കിയിട്ട് നമ്മളിങ്ങനെ നെക്കിന് ചുറ്റും ഇങ്ങനെ വെച്ച് ഇങ്ങനെ മടക്കി ഇങ്ങനെ ചുറ്റും വെച്ച് കൊടുത്തിട്ട് 1/4 ഇഞ്ചിൽ അടിക്കണം. അത് നമ്മൾ ക്രോസ് പീസ് വെച്ചിട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട്. എന്നിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് ഇവിടെ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കണം. അടിച്ചതിൻ്റെ അവിടെ 1 ഇഞ്ച് ഇടവിട്ട് ഓരോ കട്ടിങ് ഇട്ട് കൊടുക്കണം. കട്ടിങ് ഇട്ട് കൊടുത്തിട്ട് ഇതിങ്ങനെ നേരെയാക്കിയിട്ട് ഇതിൻ്റെ നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ മറിച്ചിട്ടതിൻ്റെ അറ്റത്തൂടിട്ടൊരു ചെറിയൊരു സ്റ്റിച്ച് കൊടുക്കണം. അങ്ങനെ നമ്മൾ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി കണ്ടോണേ, ഇങ്ങനെ മറിക്കുമ്പം കണ്ടോ നല്ല നമ്മൾ എങ്ങനെ നെക്ക് ചെയ്ത് കട്ട് ചെയ്തോ അതേപോലെ കിട്ടും. നമ്മളങ്ങനെ തിരിച്ചിടുന്നതിന് മുമ്പ് നമ്മുടെ ഈ ഷോൾഡർ തമ്മിൽ ജോയിൻ ചെയ്യണം. ഇവിടെ ഇങ്ങനെ വില ഏറ്റക്കുറച്ചിൽ വില ഉണ്ടെങ്കിൽ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിപ്പം ബാക്ക് പാർട്ടല്ലേ, ഫ്രണ്ട് പാർട്ടുമായിട്ട് ഷോൾഡർ ജോയിൻ ചെയ്യണം. ഷോൾഡർ ജോയിൻ ചെയ്യുന്നത് ഇത് ബാക്ക് പാർട്ടിൻ്റെ നല്ല വശം എന്നാണ് നല്ല ഭാഗം. എന്നിട്ട് ഇത് ഫ്രണ്ട് പോർഷൻ്റെ നല്ല ഭാഗം. എന്നിട്ട് ഈ നല്ല വശം കൊണ്ട് ചെന്നിട്ട് ഇതിൻ്റെ നെക്ക് കറക്റ്റായിട്ട് വെച്ചിട്ട് ഈ നമ്മളിപ്പം സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അവിടെ നമുക്ക് ഇവിടെ സ്റ്റിച്ചിങ് കണ്ടോ, ഈ സ്റ്റിച്ചിങ്ങിൻ്റെ അവിടെ കൊണ്ട് വെച്ചിട്ട് ഈ ക്യാൻവാസിൽ നമ്മൾ മടക്കി അങ്ങോട്ടടിക്കാൻ പോയ ഭാഗം തിരിച്ചിങ്ങോട്ട് അകത്തോട്ട് വെക്കുക. അകത്തോട്ട് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുക. നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്ത് തിരിച്ച് നമ്മൾ വൃത്തിക്കിട്ടും. ഇങ്ങനെ അകത്തോട്ട് വലിച്ചിട്ടാൽ മതി, ഷോൾഡർ നന്നായിട്ട് കിട്ടും. എന്നിട്ട് നമുക്കിത് പിടിച്ചിട്ട് ഇങ്ങനെ ഹെമ്മിങ് ചെയ്താൽ മതി. അകത്ത് ഇങ്ങനെ ഹെമ്മിങ് ചെയ്താൽ മതി. സ്റ്റിച്ച് ചെയ്യണമെന്നുള്ളവർക്ക് പുറത്തുള്ളത് സ്റ്റിച്ചിങ് കൊടുക്കും. അടുത്തുള്ളത് സ്ലീവ് പിടിപ്പിക്കണം. സ്ലീവ് പിടിക്കുന്നതിന് മുമ്പായിട്ട് ഈ സ്ലീവിൻ്റെ അറ്റത്ത് ചെറിയൊരു പീസ് വെച്ച് കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് പറയാം. ഞാൻ സ്ലീവിന് വെക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലെങ്ത് നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ചെടുക്കാം. ആ സ്ലീവിന് എത്രയാണോ വേണ്ട അത്രയും എടുക്കാം. ഇതിപ്പോൾ 2 ഇഞ്ച് വീതിയില്ല ഞാൻ ഈ തുണി എടുത്തേക്കുന്നത്. നമ്മളിവിടെ സ്ലീവിൻ്റെ അറ്റത്ത് ബട്ടൺ ടാബ് ഫിക്സ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. ബട്ടൺ ടാബ് ഫിക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിതുപോലെ, ഇതാണ് ബട്ടൺ ടാബ്. ഇതുപോലുള്ള ബട്ടൺ ടാബ് ഞാനിതുപോലെ ഒന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ആദ്യം നമ്മൾ സ്ലീവിൻ്റെ ചീത്ത ഭാഗത്ത് നമ്മൾ ആ എടുത്ത പാൻറ്റിൻ്റെ പീസ് ഉണ്ടല്ലോ, ആ പീസ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഒരു 1/2 ഇഞ്ചിൽ സൈഡിൽ 1/2 ഇഞ്ചിൽ അറ്റത്തോടെ സ്റ്റിച്ചിങ്ങിന് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ വരുമ്പോൾ നമ്മൾ ഇതുപോലൊരു ബട്ടൺ ടാബ് ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ടൺ ടാബ് ഉണ്ടാക്കുന്ന വീഡിയോ വേണേൽ ഞാനൊന്ന് ഇട്ട് കാണിക്കാമേ. ബട്ടൺ ടാബ് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഇതിങ്ങനെ സെൻറ്ററിലോട്ട് വെച്ച് കൊടുക്കാം. സെൻറ്ററിൽ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തിട്ട് ഇതിനെ നല്ല ഭാഗത്തേക്ക് തിരിച്ചിടുക. നമ്മൾ പിന്നെ അകവശത്ത് കിടന്ന തുണി നമ്മൾ നല്ല വശത്തോട്ട് തിരിച്ചിട്ടിട്ട് നമ്മൾ ഇനി ഇതിൻ്റെ സൈഡിൽ കൂടെ, ഇതിൻ്റെ ഈ സൈഡിൽ കൂടെ സ്റ്റിച്ച് കൊടുക്കാം.
ഇതിന്റെ സൈഡിൽ കൂടെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിന് നമ്മളിപ്പോൾ തൽക്കാലം സ്റ്റിച്ച് ചെയ്ത് വെക്കുന്നില്ല. നമ്മൾ ഇതിന്റെ മണ്ടയ്ക്ക് ഒരു ബട്ടൺ വെച്ച് ഇതിനെ ഇങ്ങനെ നമ്മളിവിടെ അറ്റാച്ച് ചെയ്യുവാണേ. അങ്ങനെ നമ്മൾ സ്ലീവിന്റെ അവിടെ ഈ ബട്ടൺ ടാഗ് വെച്ചിട്ടുണ്ട്, സ്ലീവിന്റെ അവിടെയും വെച്ചിട്ടുണ്ട്. അവിടെ ഒരു ചെറിയ ബട്ടണിൽ ഈ കളർ തന്നെ ചെയ്തിട്ട് അതും ചെയ്തിട്ടുണ്ട്, ചെറിയൊരു ബട്ടൺ ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതിന്റെ സെന്റർ അവിടെ ഒരു ചെറിയൊരു നോട്ട് കൊടുക്കണം. നോട്ട് കൊടുത്തിട്ട് നമ്മൾ ടോപ്പിൻ്റെ നല്ല ഭാഗം എടുത്തിട്ട് അവിടെ ഷോൾഡർ ജോയിൻ ചെയ്ത ഭാഗവും ഈ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് 1/2 ഇഞ്ചിൽ ഒരു സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് കൊടുത്തു. ഇനി ഈ സ്ലീവിൻ്റെ ഈ സെൻറ്ററിൽ നിന്ന് അങ്ങോട്ടൂടെ സ്റ്റിച്ച് കൊടുക്കും. അങ്ങനെ നമ്മൾ 2 സ്ലീവും സ്ലീവ് ചെയ്തെടുത്തു. ഇനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ഇതെല്ലാം പിടിപ്പിക്കാം. സ്കാർട്ട് പോർഷന് പിന്നെ ഇതുമായിട്ട് അറ്റാച്ച് ചെയ്യുക. ഇതൊരു സെൻറ്ററിലൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, സെൻറ്ററാണെന്നറിയാൻ വേണ്ടി. നമ്മുടെ ഫ്രണ്ട് പാർട്ടിലെ സ്കേർട്ട് പാർട്ടും ഫ്രണ്ട് പാർട്ടിലെ യോക്ക് പാർട്ടുകൾ തമ്മിൽ നമ്മൾ അറ്റാച്ച് ചെയ്യാൻ പോകും. ഫ്രണ്ട് പാർട്ടിലെ സ്കേർട്ട് പാർട്ടിൻ്റെ സെൻറ്ററും നമ്മുടെ യോക്ക് പാർട്ടിൻ്റെ സെൻറ്ററും ഇവിടെ തമ്മിൽ നമ്മൾ ഫിക്സ് ചെയ്യാൻ പോവാം. അങ്ങനെ നമ്മൾ ഒരു വശം ചെയ്തെടുത്തു, അതേപോലെ മറ്റേ ഭാഗവും ചെയ്തെടുക്കാം. ഇതുപോലെ തന്നെ നമ്മുടെ ബാക്കും അറ്റാച്ച് ചെയ്തിട്ട് കാണിക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞ് ഇനി നമ്മൾ പിന്നെ ഇത് നമ്മുടെ ഷേപ്പ് ചെയ്യാൻ പോകും. കുർത്തി ഷേപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ നമ്മുടെ കുർത്തിയുടെ സ്ലീവിൻ്റെ താഴത്തെ റൗണ്ടെന്ന് പറഞ്ഞാൽ 6 ഇഞ്ച്, ഇവിടുത്തെ സ്ലീവിൻ്റെ ലൂസ് എന്ന് പറയുന്നത്, എൻ്റെ സ്ലീവിൻ്റെ ലൂസ് എന്ന് പറയുന്നത് 7 ഇഞ്ച്. അതേപോലെ മറ്റേ ഭാഗത്തും ചെയ്യണേ. അതിൻ്റെ ചെസ്റ്റ് 40ൻ്റെ 40നെ 2ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത്? 20. എന്നിട്ട് ഇതിപ്പം മൊത്തം എടുക്കുമ്പോൾ ഈ നമ്മൾ ഒരു ഭാഗം മുഴുവൻ എടുക്കുമ്പോൾ ഇതിപ്പോൾ 23 ഉണ്ട്. 23ൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം, 11.5. അപ്പം 11.5 ഈ കുർത്തിയുടെ ചെസ്റ്റിൻ്റെ സെൻറ്റർ. എന്നിട്ട് അവിടെ നിന്ന് എത്രയാണോ എൻ്റെ 10, അങ്ങനെ 2 ഭാഗത്തേക്കും 10 ഇഞ്ച് വെച്ച് മാർക്ക് ചെയ്യുക. അതേപോലെ ഈ വേസ്റ്റിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 14 ഇഞ്ചാണ്. നമ്മൾ 1 ഇഞ്ച് തയ്യൽ വിട്ട് 15 ഇഞ്ച്. അപ്പോൾ 14ൻ്റെ സെൻറ്റർ കണ്ടുപിടിക്കണം. അതും 23, അതിൻ്റെ 11.5 സെൻറ്റർ. അവിടുന്ന് 8.5 ഇഞ്ച് 8.5 17. അങ്ങനെ ഇതെല്ലാം തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഇങ്ങനെ തന്നെ ചെന്ന് ഹിപ്പിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 21 ഇഞ്ച്. ഹിപ്പിൻ്റെ ലെങ്ത് 21 ഇഞ്ച്. അവിടെ നിന്ന് 21ൻ്റെ പകുതി വേണമെങ്കിൽ കാണാം, അല്ലെങ്കിൽ ഈ വരുന്ന വരയ്ക്ക് ഇങ്ങനെ അങ്ങ് ഷേപ്പ് ചെയ്താൽ മതി. നമ്മൾ താഴെ വരെ അറ്റം വരെ നമുക്ക് ഷേപ്പ് ചെയ്യാം. ഫുൾ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിക്കാമേ. അങ്ങനെ നമ്മുടെ ഈ കുർത്തിയുടെ സ്റ്റിച്ചിങ്ങും കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും എല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.